10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് തത്സമയം ചേരുകയാണ്. ശരത്ത്, ലോക്സഭയിൽ കേന്ദ്രം ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് ലോക്സഭയിൽ നടന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജോർജറ്റ് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുവാനുള്ള 124 ഭരണഘടനാ ഭേദഗതി ബിൽ ഭരണഘടനാ ഭേദഗതിയിന്മേൽ ലോക്സഭയിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് ചർച്ച എത്തിയിരിക്കുകയാണ്. 5 മണിയോടുകൂടിയായിരുന്നു ചർച്ച ഈ ലോക്സഭയിൽ ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിച്ചത്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ ഈ ഒരു ബില്ല് കൊണ്ടുവരാൻ തിരഞ്ഞെടുത്ത സമയത്തെ കൃത്യമായി വിമർശിക്കാൻ വേണ്ടി തയ്യാറായി. കോൺഗ്രസും CPIM-ഉം ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികൾ ഈ ഒരു സമയത്തെ എതിർക്കാൻ വേണ്ടി തയ്യാറായി. ശിവസേനയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബില്ല് കൊണ്ടുവന്നത് കൃത്യമായി തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു വിമർശനം ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായി. ബഹുഭൂരിഭാഗം പ്രതിപക്ഷ പാർട്ടികളും ഈ ബില്ലിനെ പിന്തുണക്കാൻ തയ്യാറായി എങ്കിലും കോൺഗ്രസും CPIM-ഉം ഈ ബില്ല് JPC-ക്ക് വിടണമെന്നുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. കാരണം ഇന്നലെയായിരുന്നു കേന്ദ്ര ക്യാബിനറ്റ് ഇത് സംബന്ധിച്ച ബില്ല് ഈ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ തീരുമാനിച്ചത്. തൊട്ടു പിന്നാലെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം, അംഗങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിക്കാൻ വേണ്ടി കൃത്യമായ സമയം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെയായിരുന്നു ഈ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബില്ല് സമഗ്രമാക്കണമെങ്കിൽ തീർച്ചയായും JPC-ക്ക് വിടണമെന്നുള്ള ഒരു ആവശ്യമാണ് പൊതുവെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമായും തൊഴിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. നാളിതുവരെയായി കേന്ദ്ര സർക്കാരിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു വിമർശനവും പൊതുവെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ബില്ലിന്റെ പൊതുവിലുള്ള ഉള്ളടക്കത്തെ പാർട്ടികളെല്ലാം തന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാനമായും ഈ ഒരു ബില്ലിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില നിരീക്ഷണങ്ങൾ CPIM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികൾ ഉന്നയിച്ചത്, ഒന്ന്, 1992-ലെ സുപ്രീം കോടതി വിധി ഉള്ളതിനാൽ തന്നെ നിയമപ്രശ്നം ബില്ലിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബില്ലിന്റെ ഭാഗമായി സംവരണത്തിന് ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ചില പോരായ്മകൾ ഉണ്ട് എന്നും പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ലോക്സഭയിൽ ബില്ല് പാസ്സാകുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം ലഭിക്കും. നിലവിലെ സാഹചര്യത്തിൽ ബില്ല് പാസ്സാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിക്കൊണ്ട് നാളെ തന്നെ രാജ്യസഭയിലും പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഇന്ന് അവസാനിക്കാനിരുന്ന രാജ്യസഭാ നടപടികൾ നാളേക്ക് നീട്ടിയത്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ലോക്സഭയിൽ നൽകിയ പിന്തുണ അതേപോലെ രാജ്യസഭയിലും ആവർത്തിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ദില്ലിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ശരത്ത് റിപ്പോർട്ട് ചെയ്തത്. മറ്റു വാർത്തയിലേക്ക്. തൊഴിലാളികളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന പണിമുടക്ക് ആദ്യ ദിനം പൂർണ്ണം. പണിമുടക്കിൽ കേരളത്തിന്റെ വ്യാപാര മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെ സമഗ്ര വിവരങ്ങളുമായി ജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഗവൺമെന്റ് പ്രസ്സിലെ ജീവനക്കാരാണ് ആദ്യം പണിമുടക്കിന് തുടക്കം കുറിച്ചത്. തൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യത്തെ തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്കിന് വലിയ ബഹുജന പിന്തുണയാണ് ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. വൻകിട തൊഴിൽശാലകൾ മുതൽ തട്ടുകടകൾ വരെ അടഞ്ഞുകിടക്കുകയാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ 4980 ജീവനക്കാരിൽ കേവലം 111 പേർ മാത്രമാണ് ജോലിക്കെത്തിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും അടഞ്ഞുകിടക്കുകയാണ്. KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. ഓട്ടോ ടാക്സി സംവിധാനങ്ങളും നിരത്തിലിറങ്ങാതായതോടുകൂടി പൊതുഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളെ ആരും തടഞ്ഞില്ല. പണിമുടക്കിയ തൊഴിലാളികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഈ പണിമുടക്കങ്ങളിലൂടെ മോഡി ഗവൺമെന്റിന്റെ കപട വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം പൊളിച്ചു കാണിക്കുന്ന തൊഴിലാളികളെ ഈ ഏകാധിപതിക്ക് അടിച്ചമർത്തി ഭരിക്കാൻ സാധിക്കില്ല എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ദിനമായി ജനുവരി 8, 9 തീയതിയിൽ മാറാൻ പോകുകയാണ്. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ജീവനക്കാരും പൊതുപണിമുടക്കിന്റെ ഭാഗഭാക്കായി. എയർ കാർഗോ വിഭാഗത്തിലുള്ളവരും ഗ്രൗണ്ട് ക്ലിയറൻസ് സ്റ്റാഫും പണിമുടക്കിൽ പങ്കാളികളായി. ആയുധ നിർമ്മാണ ഫാക്ടറിയായ ബ്രഹ്മോസിലെ ജീവനക്കാരും ചരിത്രത്തിലാദ്യമായി തന്നെ ഈ പണിമുടക്കിൽ പങ്കെടുത്തു. മുത്തൂറ്റിലെ ജീവനക്കാരും ഇതാദ്യമായിട്ടാണ് പണിമുടക്കിൽ പങ്കാളികളാവുന്നത്. എന്നാൽ ടെക്നോ പാർക്കിന്റെ പ്രവർത്തനത്തെ പണിമുടക്ക് ബാധിച്ചതേയില്ല. വ്യാവസായിക മേഖലയായ കൊല്ലത്ത്
മത്സ്യമേഖലയിലും കശുവണ്ടി മേഖലയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ശബരിമല തീർത്ഥാടനത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രൂപത്തിലാണ് പണിമുടക്ക് നടന്നത്. വൈകുന്നേരം വരെയുള്ള കണക്ക് പ്രകാരം 60,000-ലേറെ തീർത്ഥാടകർ ഇതിനോടകം ശബരിമലയിൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിനോട് ജനങ്ങൾ സ്വീകരിച്ച നിലപാടല്ല പൊതുപണിമുടക്കിനോട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പണിമുടക്ക് മധ്യ കേരളത്തിലും പൂർണ്ണമായിരുന്നു. പണിമുടക്കിന്റെ ഭാഗമായി മധ്യ കേരളത്തിലെ 5 ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേശീയ പണിമുടക്ക് മധ്യ കേരളത്തിലും പൂർണ്ണമായിരുന്നു. എറണാകുളം ജില്ലയിൽ കടകമ്പോളങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു. ബസ്സുകളും അതുപോലെ തന്നെ ടാക്സി സർവീസുകളും ഒന്നും തന്നെ സിറ്റിയിൽ സർവീസ് നടത്തിയില്ല. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വ്യാപാരികളും വ്യവസായികളും അതുപോലെ തന്നെ തൊഴിലാളികളും ഐക്യകണ്ഠേന ഈ ഒരു പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. FACT, കപ്പൽശാല, ഓയിൽ റിഫൈനറി തുടങ്ങിയിടങ്ങളിലെല്ലാം തന്നെ ഇന്ന് തൊഴിലാളികൾ ജോലിക്കെത്തിയില്ല. ഇവിടുന്നുള്ള തൊഴിലാളികളെല്ലാം ചേർന്ന് നഗരത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലും സമാനമായ അവസ്ഥയായിരുന്നു. പെട്രോൾ പമ്പുകൾ ഭാഗികമായി തുറന്നു പ്രവർത്തിച്ചു. ശക്തൻ സ്റ്റാൻഡിലുള്ള പച്ചക്കറി കടകൾ അതുപോലെ നഗരത്തിലെ മറ്റിടങ്ങളിലെ ഏതാനും കടകൾ മാത്രമാണ് ഇന്ന് തുറന്നത്. പൊതുഗതാഗതത്തെ പണിമുടക്ക് സാരമായി ബാധിച്ചു. ആലപ്പുഴ ജില്ല പരമ്പരാഗത വ്യവസായങ്ങൾ ഏറ്റവും അധികമുള്ള ജില്ലയാണ്. ഇവിടെയും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. പരമ്പരാഗത വ്യവസായങ്ങളിലെ അവിടെ തൊഴിലാളികൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. റിപ്പോർട്ടാണ് കണ്ടത്. മധ്യ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. മലബാറിലും സമാന സ്ഥിതി തന്നെയായിരുന്നു. അതേസമയം മിഠായി തെരുവിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചു. കോഴിക്കോട് നിന്ന് ലതീഷിന്റെ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദേശീയ പണിമുടക്കിൽ പ്രതിഫലിക്കുന്നത്. തൊഴിൽ മേഖല സ്തംഭിച്ചു. അധ്യാപകരും ജീവനക്കാരും പണിമുടക്കി. പണിമുടക്കിയ അധ്യാപകരും ജീവനക്കാരും തൊഴിലാളികളും വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കോഴിക്കോട് ലിങ്ക് റോഡിൽ നടന്ന ധർണ CITU ദേശീയ സെക്രട്ടറി T നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നയത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി റെയിൽ മേഖലയ്ക്കകത്തുള്ള പിക്കറ്റിംഗ് നടന്നിട്ടുണ്ട് കേരളത്തിന്റെ ഭാഗത്ത്. അത് പ്രതിഷേധം നിലയ്ക്കാണ്. അതുകൊണ്ട് വലിയ തോതിലേക്കുള്ളതാണ്. BMS ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ BMSലെ തൊഴിലാളികളും ഈ പണിമുടക്കിലാണ് ചേർന്നിട്ടുണ്ട്. ഒരു എതിർപ്പ് തൊഴിൽ മേഖലയ്ക്കകത്തും തൊഴിലാളി സംഘടനകൾക്കകത്തും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു വൻ വിജയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കടകൾ തുറക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കോഴിക്കോട് മിഠായി തെരുവിൽ വളരെ കുറച്ച് കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. കാസർഗോഡ് ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. KSRTCയും മറ്റ് സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. അപൂർവം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പണിമുടക്കിയ തൊഴിലാളികൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കാസർകോട്ടും ട്രെയിനുകൾ തടഞ്ഞു. കണ്ണൂരിലും പണിമുടക്ക് പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. കണ്ണൂരിന് പുറമെ പയ്യന്നൂർ, തലശ്ശേരി, കണ്ണപുരം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. 166 കേന്ദ്രങ്ങളിലാണ് തൊഴിലാളികൾ പണിമുടക്കി ധർണാ സമരം സംഘടിപ്പിച്ചത്. വയനാട്ടിൽ KSRTCയും മറ്റ് സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. എന്നാൽ പലയിടത്തും കടകൾ തുറക്കുന്ന സാഹചര്യമുണ്ടായി. തോട്ടം മേഖലയിൽ ഉൾപ്പെടെ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. മലപ്പുറത്തും KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ശബരിമലയിൽ ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറിന് നേരെ RSSന്റെ ലൈംഗിക അധിക്ഷേപം. തന്നെ മലേഷ്യൻ സ്വദേശികളായ 2 യുവതികളും ശബരിമലയിൽ സന്ദർശനം നടത്തി. അതിന്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ഒപ്പം തന്നെ യുവതികൾ ധാരാളമായി ശബരിമലയിലേക്ക് എത്തുന്നതിന്റെ സൂചകമായിരുന്നു ഈ ദൃശ്യങ്ങൾ. അതേസമയം ഇന്ന് പമ്പയിലുണ്ടായ മറ്റൊരു അതിദാരുണമായ സംഭവം ഒരു ട്രാൻസ്ജെൻഡറിനെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമായിരുന്നു. ആ ട്രാൻസ്ജെൻഡറിനോട് താങ്കൾ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളതിന് പ്രൂഫ് എന്തെന്ന് ചോദിച്ച സംഘപരിവാർ പ്രവർത്തകരോട് തന്റെ വസ്ത്രം മാറ്റി കാണിച്ചു തരാമെന്നുള്ളതായിരുന്നു ആ ട്രാൻസ്ജെൻഡറിന്റെ ദയനീയമായിട്ടുള്ള മറുപടി. അവസാനം പോലീസ് ഇടപെട്ടാണ് അവർക്ക് സംരക്ഷണം നൽകിയത്. തുടർന്ന് അവർക്ക് അവരുടെ കാതുകളിലെ കമ്മലും അതുപോലെ തന്നെ സ്ത്രീ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വേഷങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഒടുവിൽ അയ്യപ്പനെ ദർശിക്കാൻ കഴിഞ്ഞത്. പിന്നീട് നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് പോയെങ്കിലും ആരും തടഞ്ഞില്ല. അതേസമയം ഈ സംഭവത്തിൽ ട്രാൻസ്ജെൻഡറിനെ ലൈംഗികമായി അധിക്ഷേപിച്ച സംഭവത്തിൽ DIG സഞ്ജയ് ഗുരുഡ് കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തി വരികയാണ്. അതേസമയം ട്രാൻസ്ജെൻഡറിന്റെ മൊഴിയെടുക്കാനും പോലീസ് ശ്രമിക്കുന്നു. രാജ്കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഹർത്താലിന്റെ മറവിൽ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് RSS BJP ശബരിമല കർമ്മസമിതി നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ശ്രീധരൻപിള്ള, ശശികല, സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടത്. ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്നും നഷ്ടം ഈടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ നടപടി ഉണ്ടായത്. ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്.
ശബരിമലയിൽ യുവതികൾ ആരാധന നടത്തിയതിനെതിരെ ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും ഈ ഹർത്താലിലുണ്ടായ നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് തന്നെ ഈടാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് എതിർകക്ഷികളായ RSS BJP നേതാക്കൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. BJP RSS കർമ്മസമിതി നേതാക്കളായ ശ്രീധരൻ പിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ ഹർജിക്കാരൻ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഈ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം നേരിട്ടോ അല്ലാതെയോ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്കാണ് എന്ന ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി നടപ്പാക്കണം എന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനയോ ഇത്തരത്തിൽ ആക്രമണം നടത്തി നാശനഷ്ടം വരുത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ നേതാക്കൾ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയനാകണം എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അത് ഇവിടെ നടപ്പായിട്ടില്ല എന്നുള്ളതും ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും ഈ ഹർജി പരിഗണിച്ച കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഇന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനിടെ ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകുകയുണ്ടായി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് വിശദീകരണവും ഹൈക്കോടതി തേടിയിട്ടുണ്ട്. ഇരുവരും വിശ്വാസികളാണോ എന്ന് കോടതി സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി. ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ മനീതി സംഘത്തിന്റെ ശബരിമല പ്രവേശനത്തിൽ ബോധപൂർവമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. കൊയിലാണ്ടിയിൽ സംഘപരിവാർ ആക്രമണം, CPIM ഓഫീസുകൾക്ക് നേരെയും അനുഭാവികൾക്ക് നേരെയും അതിക്രമം ഉണ്ടായിരിക്കുന്നു. ബോംബേറുണ്ടായി, വാഹനങ്ങൾക്കും തീയിട്ടു. PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പുലർച്ചെ 3:30 കൊയിലാണ്ടി CPIM ഏരിയ കമ്മിറ്റി അംഗവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷിജുവിന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. RSS പ്രവർത്തകരാണ് ബോംബാക്രമണത്തിന് പിന്നിലെന്ന് ഷിജു പറയുന്നു. അമ്മയും ഷിജുവും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പുലർച്ചെ വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടാണ് ഷിജുവും അമ്മയും പുറത്ത് ഞെട്ടിയുണരുന്നത്. പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധം അപ്പോഴും അക്രമികൾ മുറ്റത്തുണ്ടായിരുന്നു എന്നാണ് ഷിജു ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അവർ കൊലവിളിയുമായാണ് മുറ്റത്ത് നിന്നിരുന്നത്. വീട് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഇവർ ഓടി മറിഞ്ഞതെന്നും ബൈക്കിലായിരുന്നു സംഘം രക്ഷപ്പെട്ടതെന്നും ഷിജു പറയുന്നു. എല്ലാ ലൈറ്റുകളും ഒരേ സമയത്ത് കത്തിയപ്പോഴാണ് മുറ്റത്തുണ്ടായിരുന്ന അക്രമികൾ തെറി വിളിച്ചുകൊണ്ട് ഒരു പ്രകോപനം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇറങ്ങി വാട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു. പിന്നീട് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോഴാണ് അവർ തിരിഞ്ഞോടി. ഇത്തരത്തിൽ കൊയിലാണ്ടി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ജനുവരി 2 മുതൽ സംഘപരിവാർ സംഘം ആക്രമണവും അതുപോലെ തന്നെ വളരെ അധികം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെട്ടും കൊല്ലും കൊലപ്പെടുത്തും എന്നുള്ള മുദ്രാവാക്യങ്ങളുമായായിരുന്നു സംഘം ഇതുവരെ ജനുവരി 2 ശേഷം നടന്ന പ്രതിഷേധ പ്രകടനത്തിലും അതുപോലെ ഹർത്താൽ ദിനത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഒരു നഗരത്തെ ആകെ സംഘർഷഭൂമിയാക്കുക, കൊയിലാണ്ടി ആകെ സംഘർഷഭൂമിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ജോഷില റിപ്പോർട്ട് ചെയ്തത്. CBI കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. അലോക് വർമ്മയെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇതോടെ മോദിക്ക് തിരിച്ചടി നൽകി അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്ത് എത്തും. ദില്ലിയിൽ നിന്ന് ഹരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. CBI കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന വിധി പ്രസ്താവത്തിന് വ്യക്തമായി തന്നെ കനത്ത തിരിച്ചടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണ് കിട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്. കാരണം ഈ ജൂലൈ മാസം മുതൽ CBIക്ക് അകത്ത് തലപ്പത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അതിനുശേഷം ഒക്ടോബർ 23 അർദ്ധരാത്രിയോട് കൂടി തന്നെ അലോക് വർമ്മയെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നു. അതിനെതിരെയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിൽ നിന്ന് അദ്ദേഹത്തെ അനുകൂലമായ ഒരു വിധി എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ 4 മാസത്തോളം CBIയുടെ തലപ്പത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തടിസ്ഥാനത്തിലാണ് ഇത്ര തിടുക്കത്തിന് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉന്നത സമിതി അറിയാതെ, ഉന്നത സമിതി യോഗം വിളിക്കാതെ എന്തിനാണ് അലോക് വർമ്മയെ മാറ്റിയെന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. അറ്റോർണി ജനറൽ KK വേണുഗോപാലിനോട് ഈ വിഷയം വാദത്തിന്റെ സുപ്രീം കോടതി ചോദിച്ച സമയത്ത് തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും തന്നെ ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെ താറുമാറാക്കുക അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കൈകടത്തുക എന്ന രീതി സുപ്രീം കോടതി എന്തായാലും നിരീക്ഷിച്ചിരിക്കുന്നു എന്നൊരു വസ്തുതാപരമായ ഈ തെളിവുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം
ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കൈക്കടത്തുന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു CBI കേസ്, അതുപോലെ RBIയുടെ വിഷയങ്ങളെല്ലാം തന്നെ. അതിൽ തന്നെ കേന്ദ്ര സർക്കാരിന് കനത്ത രീതിയിൽ ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുകയാണെന്ന് പറയണം. എന്തായാലും വിനീത് നാരായൺ കേസ് എന്തായാലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയില്ല. ആ കേസ് എന്തായാലും മുകളിലേക്ക് എടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഈ പറയുന്ന വിധി പ്രസ്താവത്തിൽ. വിനീത് നാരായൺ കേസ് എന്ന് പറയുന്നത് 2 വർഷം CBI തലപ്പത്തുള്ളവർക്കെല്ലാം തന്നെ 2 വർഷം ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്ന ഒരു ഹർജി, ഒരു വിധി തന്നെയായിരുന്നു അത്. ആ വിധി അംഗീകരിക്കണം. ആ വിധിയോട് മുഖം തിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി സാധിക്കില്ലെന്ന് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 44 പേജുള്ള വിധി പ്രസ്താവമാണ് അലോക് വർമ്മയെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഹരീഷ് നൽകിയ റിപ്പോർട്ടാണ് കണ്ടത്. റിപ്പോർട്ടേഴ്സ് ഡയറി ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.